1998 ഇന്ത്യൻ നിരത്തിലേക്ക് വന്ന 2 കാറുകളായിരുന്നു ദൈവു മാറ്റിസും ഹ്യുണ്ടായി ഇന്ത്യയുടെ സാൻഡ്രോയും. ദൈവു മാറ്റിസ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള അട്രാക്ഷനുള്ള വണ്ടിയായിരുന്നു. പക്ഷേ സാൻഡ്രോ എന്ന് പറയുന്നത് പ്ലെയിൻ അഗ്ലി എന്ന് റിവ്യൂവേഴ്സും ആളുകളൊക്കെ വിധി എഴുതിയ ഒരു വണ്ടിയാണ്. പക്ഷേ കാലചക്രം തിരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കാലം മാറിയപ്പോൾ ദൈവു ഇന്ത്യയിൽ നിന്ന് പോയി, മാറ്റിസ് മാത്രമല്ല ദൈവവും പോയി. അവിടുന്ന് അങ്ങോട്ട് സാൻഡ്രോയുടെ ഒരു കാര്യത്തിലേക്ക് വന്ന അന്ന് കുറ്റം പറഞ്ഞ ആളുകളൊക്കെ തന്നെ സാൻഡ്രോ മേടിച്ചു എന്നുള്ളതും വിവിധമാന ജനറേഷനുകളായിട്ട് ഇന്ത്യൻ നിരത്തിൽ സാൻഡ്രോ 2022 വരെ നിലകൊണ്ടുവന്നുള്ളതാണ്. 2022 അന്ന് ലാസ്റ്റ് സാൻഡ്രോ എന്ന് പറയുന്നത് അത്ര ഹിറ്റൊന്നുമല്ല. എന്നാലും ആ ഒരു ജനറേഷനുകളിൽ അല്ലെങ്കിൽ ആ ഒരു വകഭേദങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാൻഡ്രോകളിൽ ഒന്നെന്ന് പറയുന്നത് സിങ്ങാണ്. അങ്ങനെയുള്ള ഒരു സിങ് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ യൂസ്ഡ് കാർ സീരീസിൽ ഒരു കഥ കൂടി പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യ വാഹനം നോക്കുന്ന ആളുകൾക്ക്, ആദ്യ കാറ് വാങ്ങുന്ന ആളുകൾക്ക് എൽബോർഡൊക്കെ വെച്ച് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി ഒന്ന് സാൻഡ്രോ സിങ്ങിനെ കാണാം. ഈ വണ്ടി ഞങ്ങൾ 40,000 രൂപയ്ക്ക് മേടിച്ചാണ്. അതെങ്ങനെ പറ്റി, എങ്ങനെയാണ് ഒരു നല്ല വണ്ടി 40,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാൻഡ്രോയുടെ ഒരു കൊച്ചു ഹിസ്റ്ററി പറയണം, കൂടാതെ ഈ സാൻഡ്രോയുടെ കാര്യങ്ങൾ പറയണം, ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് അന്ന് ഉണ്ടായിരുന്നു പറയണം. 20 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണിത്. 2004, 2014, 2024 ഓക്കെ, അത്രയും ആ ഒരു ഡിഫറൻസ് 2004 മോഡലാണ് വണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഉദ്ദേശം. ഈ ഒരു വണ്ടി കണ്ടോ, ഇതിപ്പോൾ ആ ഒരു കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയുണ്ട്, റീപെയിൻറ്റും ചെയ്തിട്ടില്ല, സെയിം ആ ഒരു പെയിൻറ്റ് തന്നെയാണ്. ഒന്ന് ടെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വട്ടം, ഒന്നല്ല 20 വർഷം ആ ഒരു വട്ടം, രണ്ടാമത്തെ ടെസ്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം കേട്ടോ. 1998 സാൻഡ്രോ വന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസൈനുള്ള വണ്ടി. പക്ഷേ അവിടുന്ന് റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വലിയ മാറ്റമായിരുന്നു 2003 സാൻഡ്രോ സിങ്ങിൻ്റെ ജനനം. ഈ സാൻഡ്രോ സിങ് എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് അത്യാവശ്യം ക്യൂട്ടായിട്ടൊരു വണ്ടിയായിരുന്നു. ഒരു അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹോട്ട് ലുക്കിംഗ് ടോൾ ബോയ് ഹാച്ച്ബാക്ക് എന്ന് പറയുന്ന വണ്ടിയായിരുന്നു. പിന്നീട് 2015 വരെ ആ വണ്ടി റോട്ടിലുണ്ടായിരുന്നു. 2015 ഈ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തത്, അതായത് സിങ്. അപ്പോൾ ഈ സിങ്ങിൻ്റെ കാര്യങ്ങളാണ് ആദ്യം പറയേണ്ടത്. ഈ സിങ്ങിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അന്ന് 2003, 2004 വണ്ടിയാണ് വന്നപ്പോൾ ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിന് പവർ വിൻഡോ, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ്, AC, കൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്നത്തെ വണ്ടിയിൽ കാണാത്ത പല കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. ശരിക്കും കാഴ്ചയ്ക്കുള്ള ആ ഒരു ഭംഗിയേക്കാൾ യൂട്ടിലിറ്റി എന്നായിരുന്നു ഈ വണ്ടിയുടെ പ്രധാന കാര്യം. പിന്നെ ഓടിക്കാൻ ഒരു വലിയ കാറിൻ്റെ ഒരു ഫീൽ ഉണ്ട് എന്നുള്ളതും ഹ്യുണ്ടായി സാൻഡ്രോയുടെ പ്രത്യേകതയായിരുന്നു. സംഭവം സാൻഡ്രോയ്ക്ക് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പലവിധமான മോഡൽ ഉണ്ടായിരുന്നെങ്കിലും 2018 വന്ന ഏറ്റവും പുതിയ ഡിസൈനിലായിരുന്നു AMT അവർ കൊണ്ടുവന്നത്. AMT എന്ന് പറയുന്നത് ഇലക്ട്രിക് ആക്ച്വേറ്റേഴ്സ് ഉള്ള ഒരു AMT ആയിരുന്നു. പക്ഷേ ആ വണ്ടി അങ്ങനെ ക്ലച്ച് പിടിക്കുന്നുണ്ടായില്ല, അതങ്ങനെ വലിയൊരു ഹിറ്റൊന്നും ആയില്ല. അങ്ങനെ വലിയ വിജയമല്ലാണ്ട് എക്സ്പ്രസ്സോയുടെയും അല്ലെങ്കിൽ റെനോ കിഡിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വണ്ടിയുടെ ഗണത്തിൽപ്പെട്ടിട്ട് ശോഭിക്കാതെ പോയൊരു വണ്ടിയെന്ന് ലാസ്റ്റ് ജനറേഷൻ സാൻഡ്രോയെ പറയാം. 2022 അതങ്ങ് അരങ്ങൊഴിഞ്ഞു പോവുകയും ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2,63,000 മുതൽ 4,26,000 രൂപ വരെയായിരുന്നു ഈ വണ്ടികളിലൊക്കെ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ 2004 അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ എത്രയോ കുറഞ്ഞ പൈസയ്ക്ക്, 40,000 രൂപ എന്ന് പറയുന്ന ആ ഒരു പൈസയ്ക്ക് ഇത് വാങ്ങിക്കണത്. അപ്പോൾ ഇത് വാങ്ങിയത് നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വണ്ടിയാണ്, നമ്മളിത് പോയി കണ്ട് വാങ്ങിക്കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് ലളിതമായിട്ട് പറഞ്ഞാൽ ക്ലിയറൻസാണ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ് ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് കാണാൻ പറ്റുക. വശങ്ങളിൽ ഫാൻസി ആയിട്ടൊന്നുമില്ല, അല്ല വീലൊന്നുമില്ല, സാധാ വീൽ തന്നെയാണ്, പക്ഷേ വലിയ വീലാണ്, 14 വീലാണ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡോറിന് സെൻട്രൽ ലോക്ക് മെക്കാനിസം കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പിന്നെ ആൻറ്റിനയൊക്കെ സാധാ ആൻറ്റിനയാണ്. പിന്നിൽ വൈപ്പർ, ഡിഫോഗർ, സ്പോയിലർ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇതൊക്കെ തന്നെയാണ് ആ ഒരു പുറത്തെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബമ്പറിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും സൈഡ് ക്ലാഡിങ് ആണെങ്കിലും ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് വന്ന കാര്യങ്ങളായിട്ട് പറയും. ഈ സൈഡ് ക്ലാഡിങ് ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല എന്നുള്ളതാണ് അന്നത്തെ കാലത്ത്. അതായത് സിങ്ങിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഏറെക്കുറെ എല്ലാം ഉണ്ടായിരുന്നു. ഇത് സാൻഡ്രോയുടെ XS മോഡലാണ്. പിന്നീടാണ് ഈ ERLX ഒക്കെ വന്നത് Euro 3. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ തീർത്തും ആ ഒരു അന്നത്തെ കാലത്തെ ആ ഒരു കണ്ടീഷൻ വെച്ച് പറഞ്ഞാൽ കാലികമായിരുന്നു എന്ന് പറയാം. സ്റ്റീരിയോ ആണെങ്കിലും സ്വിച്ചുകളാണെങ്കിലും അതല്ല AC കൺട്രോൾസ് ആണെങ്കിലും ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ലെതർ റാപ്പിംഗ് ആണെങ്കിലും എല്ലാം ലക്ഷറി ഫീൽഡിലെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും ഈ ലെതർ റാപ്പിംഗ് ഇപ്പോഴും പല വണ്ടികൾക്കും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫാബ്രിക്കൊക്കെ പറഞ്ഞാൽ നല്ല ഫാബ്രിക്കാണ്. ഈ സീറ്റിൻ്റെ ഒരു ഫാബ്രിക് ഉണ്ടോ, ഞങ്ങളിത് വാങ്ങിയിട്ട് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ ക്ലീൻ ചെയ്യൽ ഉണ്ടായെന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, ഇത്രയും കാലമായിട്ടും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു ഹെഡ്ലൈൻ നോക്കിയേ, ഇത് തുണിയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ റെക്സിനാണ്, റെക്സിൻ്റെ ആ ഒരു കാര്യമാണ്. ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല, തീർത്തും എളുപ്പമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ കാര്യമായിട്ട് കാണാവുന്ന കാര്യം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെയാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് ഹാർഡായിട്ടാണ് നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും
കുറേ കാലം നിൽക്കുന്ന ലോങ്ങിവിറ്റി ഉള്ള ഒരു കാര്യമായിട്ട് കാണാം. ഇതൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗുണമൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. സ്പീക്കറിൻ്റെ പൊസിഷൻ കാണാം. ഇതൊക്കെ തന്നെ സാൻഡ്രോയുടെ കാര്യമായിട്ട് കാണാൻ വരെ വെറുതെ പറയേണ്ട കാര്യമുള്ളൂ. ഇതിനിപ്പോൾ ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഡോർ പോക്കറ്റുകളൊക്കെ തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് കാണാം, പവറിൻ്റെ സ്വിച്ചുകൾ കാണാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വണ്ടിയായിരുന്നു ഈ ഒരു സാൻഡ്രോ സിങ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ബാക്ക് സീറ്റിൻ്റെ കാര്യം രസമാണ്. ഹെഡ് റൂം ആണെങ്കിലും അതല്ല ലെഗ് റൂം ആണെങ്കിലും ഇപ്പോൾ സീറ്റിൻ്റെ ഒരു തൈ സപ്പോർട്ട് ആണെങ്കിലും ഈ ഒരു സീറ്റ് ബേസ് ആണെങ്കിലും ഇരിക്കാനുള്ള ഒരു സുഖമാണെങ്കിലും ഈ ഒരു ഡോർ പാഡിൻ്റെ ഫാബ്രിക് ആണെങ്കിലും എനിക്ക് എല്ലാം ഒരു ഒത്തിരി പ്രീമിയം ആയിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ ഈ വണ്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളില്ല, വലിയ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നില്ല. അത് കീറിപ്പോയി, ഇത് കീറിപ്പോയി, അത് പൊട്ടി, ഇത് പൊട്ടി, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. 20 വർഷത്തിൻ്റെതായിട്ടുള്ള പഴക്കത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അത് വലിയ പ്രശ്നമല്ല. നമ്മൾ കൊടുത്ത ആ ഒരു പൈസ നോക്കുമ്പോൾ ഇത് വാല്യൂ ഫോർ മണി എന്നല്ല പറയാം, ആ ഒരു വണ്ടിയുടെ ആ ഒരു മൂല്യം അത്രേ ഉള്ളൂ. ഇനി നിഫ്റ്റി ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും ചില കൗതുകങ്ങൾ കാണാം. ഒരു ഡെഡ് പെഡൽ ഉണ്ട് സാൻഡ്രോയ്ക്ക്. ഇന്നത്തെ കണ്ടീഷനിൽ ഈ ഒരു സമയത്ത് ഇറങ്ങുന്ന ഏത് വണ്ടിക്കാണ്, ചെറിയ വണ്ടിക്ക് നിങ്ങൾ ഡെഡ് പെഡൽ കണ്ടിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓടിക്കുന്ന വണ്ടികളൊന്നും അങ്ങനെ ഡെഡ് പെഡൽ ഞാൻ കണ്ടിട്ടില്ല. ഈ സാൻഡ്രോയ്ക്ക് ഡെഡ് പെഡൽ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പോക്കറ്റുകൾ പലയിടത്തും കാണാം, സ്റ്റോറേജ് സ്പേസുകൾ കാണാം, യൂട്ടിലിറ്റി കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സാൻഡ്രോയിലുണ്ട് എന്നുള്ളതാണ്. യൂട്ടിലിറ്റി കൂടുതലുള്ളൊരു വണ്ടിയെന്ന് സാൻഡ്രോയെ പറയാം എന്ന് തോന്നുന്നു. ഈ യൂട്ടിലിറ്റിയിൽ പറയുമ്പോൾ ഈ ഒരു ബൂട്ടും പറയണം. ശരിക്കും യൂസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു വണ്ടി കൂടിയാണ് സാൻഡ്രോ. ഇപ്പോൾ ഇതിനകത്ത് സ്പീക്കേഴ്സ് കാണാം. എൻ്റെ ആ ഒരു ഷെൽഫ് നമ്മളെടുത്ത് കളഞ്ഞാണ്, അത് സാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്ത് കളഞ്ഞാണ്. അപ്പോൾ ഫാബ്രിക് സീറ്റും അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റുകൾ 4 ആ ഒരു സീറ്റിലെ ഹെഡ് റെസ്റ്റുകളും എല്ലാം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് കോസ്റ്റ് കട്ടിങ് എന്ന് പറയുന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഇതെങ്ങനെ നമ്മൾ ആ ഒരു പൈസയ്ക്ക് മേടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഒരു സാൻഡ്രോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹാച്ച് ബാക്ക് തപ്പി നടക്കായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്, ഡ്രൈവിംഗ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനൊക്കെ വേണ്ടിയിട്ട്, ഒരു സാധാരണ സിറ്റിക്കാരനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പഴയ കാറുകൾ നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുഹൃത്ത് പറഞ്ഞത് ഓക്കെ ഒരു സാൻഡ്രോ ഉണ്ട്, ഇറ്റ്സ് ബേസിക്കലി വണ്ടി ഉപയോഗിക്കാറില്ല, വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ പേപ്പേഴ്സൊക്കെ കറക്റ്റാണ്. കാരണം ഒരു ടെസ്റ്റ് കഴിഞ്ഞാണ്, ചെറിയ ചെറിയ പേപ്പേഴ്സ് ശരിയാക്കാനുള്ളൂ, ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവർ നമ്മോട് അൺഒഫീഷ്യലായിട്ട് പറഞ്ഞു ഇങ്ങനെ സ്ക്രാപ്പ് ഡീലേഴ്സ് ഒരു വില പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു. നമ്മൾ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഒന്ന് ഓടിച്ച് നോക്കി. ഓക്കെ, അത്യാവശ്യ പ്രശ്നങ്ങളൊക്കെ കണ്ടു. എ സിയുടെ ആ ഒരു കംപ്രസറിൻ്റെ സൗണ്ട് വന്നിരുന്നു, ഒരു ബെൽറ്റിൻ്റെ നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവരെ പേടിപ്പിച്ചിരുന്നത്, അവർ ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം തോന്നും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് എന്തായാലും ഇത് ഉപേക്ഷിക്കണം. അപ്പോൾ നമുക്കത് നമ്മൾ ആ ഒരു സ്ക്രാപ്പ് ആളുകൾ പറഞ്ഞതിനേക്കാളും കുറച്ചൊരു പൈസ കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഇത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എ സിയുടെ ആ ഒരു സൗണ്ട് കളഞ്ഞു, കൂടാതെ പവർ വിൻഡോ സ്വിച്ചുകൾ ശരിയാക്കി, അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു, ആ ഒരു ഓയിൽ മാറി. സാധാരണ എല്ലാ വണ്ടി ചെയ്യുന്ന മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു വണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ കോസ്റ്റ് എന്ന് പറഞ്ഞെനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 55,000 രൂപയ്ക്കുള്ളിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരാൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കാനും അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു ആദ്യ കാറ് വേണമെന്ന് ആവുന്ന ആൾക്കും ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു വണ്ടി ഇല്ല എന്നുള്ളതാണ്. കാരണം വലിയ കാറ് പോലെയാണ് ഓടിക്കാൻ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളുണ്ട്, എഞ്ചിൻ അത്യാവശ്യം നല്ല ആ ഒരു പഞ്ചിൻ്റെ ഏസ് നല്ല കൂളിംഗ് ആണ്, യാത്ര ചെയ്യാൻ നല്ല സുഖവുമുണ്ട്, അത്യാവശ്യം നല്ല റൈഡ് കംഫർട്ടും ഉണ്ട് എന്നുള്ളതാണ്. 2003 വന്ന ആ ഒരു ഫസ്റ്റ് ജനറേഷൻ്റെ ചേഞ്ച് വന്ന രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സാൻഡ്രോ സിങ്ങിൻ്റെ ആ ഒരു എൻജിൻ എന്ന് പറയുന്നത് 1.1 ലിറ്ററാണ്. അപ്പോൾ ഏറെക്കുറെ 62 PS പവറും 89 ന്യൂട്രൺ മീറ്റർ ടോർക്കുള്ള ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് 4 സിലിണ്ടറാണ്. ഇതിൻ്റെ എൻജിൻ അത്യാവശ്യം നല്ല പഞ്ചുണ്ട് ഓടിക്കാനായിട്ട്, അതായത് ഈ ഒരു കണ്ടീഷനിൽ. കൂടാതെ റൈഡ് ക്വാളിറ്റി എക്സെപ്ഷനിലാണെന്ന് തന്നെ പറയാം. ഇത്രയും ആ ഒരു പഴക്കമുള്ള വണ്ടിയിൽ നമുക്ക് വലിയ കാര്യമായിട്ട് കംഫർട്ടിന് കുറവൊന്നും തോന്നിയില്ല. പിന്നെ ഇരിക്കുന്ന പൊസിഷൻ കൊള്ളാം. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഉയരം കുറച്ച് ഇത്തിരി കൂടുതലാണെന്ന് ചോദിച്ചിരുത്തി വരുന്ന പറയുമ്പോൾ മുകളിലേക്ക് കയറ്റുന്നതും ചെയ്യാൻ ടിൽറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റിയറിംഗ് അങ്ങനത്തെ കാലത്തൊന്നുമില്ല. പിന്നെ ടാക്കോമീറ്റർ ഇല്ല എന്നുള്ളത് ഭയങ്കര കുറവായിട്ട് കാണാം. അപ്പോൾ ഇതിന് ശരിക്കും രസകരമായിട്ട് ഓടിച്ചുകൊണ്ടാക്കുന്ന ഒരു കുഞ്ഞൻ കാർ എന്നുള്ള ഒരു പേര് അറിയിക്കുന്നുണ്ട് ഈ വണ്ടി. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ ഓടിക്കുകയാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കമ്പൽസം നല്ല ഓടിക്കാനായിട്ട്. കൂടാതെ ഒരിത്തിരി പഴയ വണ്ടി ആയതുകൊണ്ട് മറ്റുള്ള ഓട്ടോറിക്ഷകളോ അല്ലെങ്കിൽ വണ്ടികളൊന്നും പേടിക്കും ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ടാണ് കാണേണ്ട കാര്യം. ഇപ്പോൾ ഗിയർ ഷിഫ്റ്റർ ആണെങ്കിലും 5 സ്പീഡ് ഗിയർ ഷിഫ്റ്ററാണ്, ശരിക്കും നല്ല പൊസിഷനാണ്. ഇതിൻ്റെ എർഗോണമിക്സ് ഒക്കെ വെൽ സോർട്ടഡാണ്. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതൊന്നും വളരെ ഈസി ആയിട്ടാണ്. കൂടാതെ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് അല്ല, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്, ഈസിയാണ്. അതിൻ്റെ ആ ഒരു വെയിറ്റും നമുക്ക് ഫീൽ ചെയ്യില്ല, വളരെ സുഖമായിട്ട് തിരിക്കാനും വളയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ലൈറ്റുകൾ, ഇപ്പോൾ ഫോഗ് ലൈറ്റും ഹെഡ് ലൈറ്റിലും രാത്രി ഓടിക്കുമ്പോൾ ലൈറ്റ് അത്രയും പവറിൻ്റെ വേണ്ട ലൈറ്റ് നമ്മൾ മാറിയായിരുന്നു ഒരു ലൈറ്റ്, കാരണം ഒരു ലൈറ്റിന് ഒത്തിരി മഞ്ഞായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് മാറി, അതാണ് ചെയ്ത കാര്യം. പിന്നെ മിററുകൾക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, പവർ വിൻഡോസ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്റ്റീരിയോ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് സ്റ്റീരിയോ ഒക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യണം, അതൊന്നും കണക്കിൽ കൂട്ടണം. പക്ഷേ മൊത്തത്തിലൊരു യൂട്ടിലിറ്റി എന്ന നിലയ്ക്കും നല്ല റൈഡിൻ്റെ വണ്ടി നിലയ്ക്കും അത്യാവശ്യം ഒരു ഓടിക്കാൻ രസമുള്ള വണ്ടി നിലയ്ക്കും ഒരു സിറ്റി കാർ നിലയ്ക്കും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിയൊക്കെ വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിച്ച് കൊണ്ടുവരാൻ നല്ലൊരു ഗുണം സാൻഡ്രോയുടെ ഒരു മെയിൻ ബെനിഫിറ്റാണ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യങ്ങൾ പറയണം. വണ്ടി വാങ്ങുമ്പോൾ ഓക്കെ വണ്ടി വാങ്ങുകയാണുള്ളത് കൊണ്ട് കാര്യമില്ല. സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഒരു 10 കിലോമീറ്ററും അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ ഒരു 12 കിലോമീറ്ററൊക്കെയാണ് എൻ്റെ മൈലേജ്. പിന്നെ അത്രയും വലിയ ഡ്രൈവറൊക്കെ ആണെങ്കിൽ ഒരു 16 കിട്ടും തോന്നുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും 10 കിലോമീറ്ററോളം മൈലേജുള്ള വണ്ടി തന്നെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ തീരെ മൈലേജ് കുറഞ്ഞിട്ട് ഓർക്കാനായിട്ടാണത്. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മൈലേജിൻ്റെ
ഇല്ലായ്മ തീർത്ത് നമ്മൾ ആലോചിക്കണം. i10 സെമി കേസാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല വണ്ടിയാണ്, അതായത് ഈ വിലയ്ക്ക് വളരെ നല്ല വണ്ടിയാണ്. അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.